ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉഷ ജാനോ മാർവല്ല മോഡൽ മെഷീനാണ്. ഇത് 14 ഡിസൈൻ ചെയ്യാവുന്ന 14 മോഡൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. തയ്യലൊക്കെ പഠിക്കുന്നവർക്ക് എളുപ്പമായിട്ട് തയ്യൽ പഠിക്കാൻ പറ്റിയൊരു മെഷീനാണ്. LED ലൈറ്റ് ഉണ്ട്, വെയിറ്റും കുറവാണ്. നമുക്കിത് വീട്ടിലൊക്കെ ആണെങ്കിലും അലമാരിയിലൊക്കെ ഇട്ട് സൂക്ഷിക്കാം. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ റെഗുലേറ്റർ, സ്പീഡ് കൺട്രോൾ, സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് നമുക്കത് ഉപയോഗം കഴിഞ്ഞൊക്കെ മൂടി വെക്കാനുള്ളൊരു കവറാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കവറാണ്. പൊടിയൊന്നും അടിക്കാതെ നമുക്ക് വെക്കാൻ സാധിക്കും. ഇതാണ് ജാനോ മാർവല്ല ഏറ്റവും പുതിയ മോഡൽ. ഇതതിൻ്റെ ഗ്യാരണ്ടി കാർഡാണ്. ഇത് 14 സ്റ്റിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. സൗണ്ടൊന്നുമില്ല, ഓയിൽ അടിക്കേണ്ടതൊന്നും ആവശ്യമേ ഇല്ല. ഇതിൻ്റെ ഒന്ന് കണക്ഷനൊക്കെ നമുക്ക് കൊടുക്കാം. LED ബൾബൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബോബൻ കേസ് നമുക്കൊന്ന് ഊരി ബോബൻ്റെ അകത്ത് നൂല് നിറച്ചു കൊടുക്കാം. ബോബൻ കേസ് ഒരു ബോബനിലോട്ട് നമ്മൾ നൂല് 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയിട്ട് അങ്ങോട്ട് കണ്ടോ, ഇതിങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് വലത്തോട്ട് ആ നോബ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മെഷീൻ്റെ വീല് പുറത്തോട്ട് വലിച്ചു വയ്ക്കണം. അപ്പം നീഡിൽ ബാർ വർക്കാകത്തില്ല, അതായത് സൂചിയുള്ള ഭാഗം വർക്കാകത്തില്ല. ഉണ്ടോ, പെട്ടെന്ന് നിറഞ്ഞും കിട്ടും, സൗണ്ടും ഇല്ല. നൂലെങ്ങും കയറി ചുറ്റത്തൊന്നുമില്ല, നീറ്റായിട്ട് ബോബൻ നിറഞ്ഞു കിട്ടും. ബോബൻ നിറഞ്ഞതിന് ശേഷം ഇടത്തോട്ട് പ്രസ് ചെയ്ത് ഊരിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീല് അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ പിന്നെ ആ സൂചിയുള്ള ഭാഗം, അതായത് നീഡിൽ ബാർ വർക്കാകത്തുള്ളൂ. നമുക്ക് ബോബൻ കേസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് നൂലിട്ടിട്ട് സ്റ്റിച്ചിങ് ഒക്കെ ഒന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് വേണം നൂല് കോർക്കാൻ. പരന്ന ഭാഗം നേരെ എതിർദിശയിരിക്കണം. സാറിന് നമ്മൾ ചെറിയ മെഷീനിൽ ഉപയോഗിക്കുന്ന അതേ സൂചി തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. പരന്ന സൂചി, അതായത് കട്ടിങ് ഉള്ളത്. സെലക്ടർ സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂചി മേളിൽ നിൽക്കണം. താഴെയാക്കി ഒരിക്കലും സെലക്ട് ചെയ്യരുത്. ഇതുണ്ട്, ഇതിപ്പോൾ വലിയ കണ്ണിയാണ്. സാധാരണ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ്. സാധാരണ തയ്യൽ കണ്ടോ, നീളം കൂടിയ കണ്ണി, അത് ഈ നീളം കുറഞ്ഞതുണ്ട്. ഇത് കണ്ടോ, സിക്സാക്ക് ഉണ്ട്. ഇതിപ്പോൾ ചെറിയ സിക്സാക്ക് ഉണ്ടോ, സിയിൽ നിന്ന് ചെറിയ സിക്സാക്ക്. ഇത് വലിയ സിക്സാക്ക് ഉണ്ടോ, വീതി കൂടിയത്. ഇങ്ങനെ ഡിസൈൻ നമുക്ക് മാറ്റി മാറ്റി ഇടാം. അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഫ്രെയിം ഉണ്ടെന്ന് വരി പ്രഷർ ഫുഡ് മാറ്റിയിട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് തയ്ക്കും. നൂല് കയറി ഉടക്കുമോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല. സ്റ്റിച്ചിങ് പുതിയതായിട്ട് പഠിക്കുന്ന തുടക്കക്കാർക്കൊക്കെ നല്ല മെഷീനാണ് ഇത്. നമുക്ക് ഉപയോഗം കഴിഞ്ഞെങ്കിൽ എടുത്ത് അലമാരി വെക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് സ്പേസ് മതി. ഇത് സെലക്ടർ സ്വിച്ച് തന്നെ നമുക്ക് മാറ്റി മാറ്റി ഇടാം. അതുപോലെ തന്നെ നമുക്ക് ബട്ടൺ ഹോളും പിടിപ്പിക്കാൻ പറ്റും. ബട്ടണൊക്കെ നല്ല സിമ്പിളായിട്ട് പിടിപ്പിക്കാം. അതുകൊണ്ട് അത് റിവേഴ്സ് ലോക്കാണ്, നമുക്ക് കെട്ടിടാനൊക്കെ. ഇത് ടെൻഷൻ സെറ്റ് നമുക്ക് കൂട്ടിയും കുറച്ച് വിടാം. നൂലിൻ്റെ ടെൻഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇതിങ്ങനെ നമുക്ക് മൂടി വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കും. തുടക്കക്കാർക്കും, അതായത് പുതിയതായിട്ട് പഠിക്കാൻ വരുന്നവർക്കും തയ്യൽ പഠിച്ചവർക്കും ഒക്കെ നല്ല വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.